എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിൽ യൂട്യൂബ് വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന പലർക്കും അറിയാമായിരിക്കും നമ്മുടെ ബാക്ക് പാക്കർ അരുണിമയെ. അപ്പോൾ പുള്ളിക്കാരത്തി ഇപ്പോൾ വളരെ സങ്കടത്തോടു കൂടി ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഒത്തിരി സംസാരിച്ച് നീട്ടണ്ട, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാവേ. ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ. ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഈ വീട്ടില് എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോസ് എന്ന് പറഞ്ഞത്. ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിയേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു. എന്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു. ഇവിടെ വന്ന് താമസിക്കാൻ വന്നപ്പോ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എന്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷെ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയില് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് 2 ദിവസം ഞാൻ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരത്തി നമുക്കറിയാമല്ലോ, എല്ലാ രാജ്യങ്ങളിലും പോയി വ്ളോഗൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരത്തിയാണ്. നമ്മൾ അവരുടെ വീഡിയോകളൊക്കെ കാണാറുണ്ട്. അവർ കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ പോകാറുണ്ട്. ഓരോ സ്ഥലത്തും പോകുമ്പോൾ അവിടുത്തെ വസ്ത്രധാരണവും രീതിയും ഒക്കെ ആയിട്ട് അവർക്കൊപ്പം ഇവർ കലർന്ന് ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഇവരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു അമേരിക്കയിൽ ഇതുപോലെ പോകണമെന്ന്. അങ്ങനെ സമയമൊക്കെ ആയി അവർ അമേരിക്കയിലേക്ക് വിട്ടു. അങ്ങനെ ചെന്ന് 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഇവരൊക്കെ ശരിക്കും അവിടെ എയർപോർട്ടിൽ നിന്ന് ഇവരെ കൊണ്ടുപോയതൊക്കെ എന്ന് പറഞ്ഞാൽ, ഇവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇവരുടെ ഒരു സുഹൃത്തായിരുന്നു. ഒരു 4 വർഷത്തെയോ മറ്റോ പരിചയമുണ്ട് ഇവർ തമ്മിൽ. അത്ര നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇവരെ വന്ന് കൊണ്ടുപോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇവരെ വന്ന് കൊണ്ടുപോകുന്നത് പുള്ളിക്കാരൻ. അപ്പോൾ സംഭവം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കൾക്കും ഒക്കെ ഈ ഒരു ലേഡിയെ ഇഷ്ടപ്പെടാതെയായി. അവർക്ക് ഇവർ അവിടെ വന്നത് തീരെ ഇഷ്ടപ്പെടാതെയായി. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അർദ്ധരാത്രി 12 മണിക്ക് തന്നെ ഇവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് എവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു. എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഇപ്പൊ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ 12 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയാ, എനിക്ക് അപ്പോൾ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ 20 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി വന്നിട്ടാണ് ഇവരോട് പറഞ്ഞത്, അങ്ങനെയൊന്നും ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഇപ്പം തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് രാത്രി 12 മണിക്ക് ശേഷമുള്ളൊരു സമയത്ത് ഇവരെ ഒരു പെൺകുട്ടിയാണ് എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാണ്ട് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അതും പുറത്താണെങ്കിൽ ഭയങ്കര തണുപ്പുണ്ട്, മഞ്ഞിൻ്റെ മാത്രം പ്രശ്നമല്ല, മഴ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങോട്ട് പോകണം എന്ന് പോലും അറിയാത്ത ആ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി ശരിക്കും അവിടെ പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇവർ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എന്നെ ആരൊക്കെ വിമർശിച്ചാലും ശരി തന്നെ, ഒരു പെൺകുട്ടി ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയും ആണെന്നും പെണ്ണെന്നും ഉള്ള വ്യത്യാസമൊന്നുമില്ല, ആണെന്താ പെണ്ണെന്താ തുല്യതയാണ് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയും, എത്ര തുല്യതയാണെന്ന് പറഞ്ഞാലും ആണിനൊപ്പം ഒരു പെണ്ണ് എത്തില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു പുരുഷന് ഒരു മറയും വേണ്ട. അയാളെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണേലും ചെയ്യും. പക്ഷേ ഒരു ലേഡിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ ഒരു ഏറ്റവും വലിയൊരു തെളിവാണ്. ആണും പെണ്ണും തമ്മിലുള്ള ചെറിയൊരു അന്തരം, അതെപ്പോഴും അന്തരം തന്നെ ആയിരിക്കും. ഇനി എത്ര വന്ന് ഫെമിനിസ്റ്റുകളൊക്കെ വന്നിട്ട് അല്ല എന്ന് പറഞ്ഞാലും ഈ ഒരു വ്യത്യാസം ഉള്ളിടത്തോളം കാലം അതൊരു വ്യത്യാസം തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി ആകെ വിഷമിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ കുട്ടി ഇങ്ങനെ ഇതുപോലെ പല രാജ്യങ്ങൾ ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൂടുമാറ്റം എന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെ നടന്ന് വ്ളോഗൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം വീട്ടിലുള്ള അച്ഛനെയും
സഹോദരനെയും അപ്പൂപ്പനെയും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണിത്. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ആളുകളുമായിട്ടൊക്കെ അന്യ രാജ്യത്തൊക്കെ ഇത്തറ്റ തുണി മാത്രം ഉടുത്തിട്ട് ഇങ്ങനെ തുണി ഉണ്ട് പോലും ഇല്ല പോലും. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഇങ്ങനെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്നതെന്ന് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നേരെ ഒന്ന് ഇരുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ വെപ്രാളമാണ്. അയ്യോ ഇനിയിപ്പോൾ എപ്പോഴാ എന്നുള്ള ആ ഒരു ടെൻഷനാണ്. നമ്മൾ വീട്ടിൽ വന്ന് കയറിയാൽ നമുക്ക് നല്ല പൊതിരെ വഴക്കും കേൾക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെ ആവണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയാണ് ഏതെല്ലാം തരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ ഒരുപക്ഷെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും എന്നെനിക്കറിയില്ല. എന്നാലും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പെൺകുട്ടി വളരെ വിഷമിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരത്തി കരയുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എന്നൊന്നും ഒരു പിടുത്തമില്ല. തണുപ്പാണെങ്കിൽ ആ കുട്ടിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. പിന്നെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ ബസ്സിൽ സഞ്ചരിക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്താം. അവിടെയാണെങ്കിൽ നല്ല ഹോട്ടലുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഗ്രാമപ്രദേശത്താണ് ഈ കുട്ടി എത്തപ്പെട്ടത്. അറിയില്ല ഞാനിപ്പോ ഇവിടുന്ന് എങ്ങോട്ടാ പോവാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് ഈ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു മനസ്സില്ലല്ലോ, എനിക്കൊരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ആരെയും വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര എന്തായാലും പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഇങ്ങനെ പെട്ടുപോയെങ്കിലും പുള്ളിക്കാരത്തിക്ക് പരിചയമുള്ള ഫ്രണ്ടൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ അവരെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് പുള്ളിക്കാരത്തിക്ക് പറ്റത്തില്ല. കാരണം ഇത് രാത്രിയാണ്, അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് അവർക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. എന്നാൽ പോലും എനിക്കൊരു മാനേഴ്സ് ഇല്ലേ എന്നാണ് ഈ ഒരു പെൺകുട്ടി ചോദിക്കുന്നത്. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ പെട്ടു പോകുമ്പോൾ മാനേഴ്സ് നോക്കിയിട്ടൊന്നും കാര്യമില്ല മോളെ. നമ്മുടെ അഭിമാനം, മാനം, അന്തസ്സ് ഇതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു സമയത്ത് അത് പോവാതെയാണ് നോക്കേണ്ടത്. നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം ആള് പറയുന്നത്, പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും. ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പൊ എന്താ പറയാ, എനിക്ക് ഭയങ്കര എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എന്റെ അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാത്തിലും രസമെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ ഇവരെ അവിടെ കൊണ്ടു ചെന്ന ആ 70 വയസ്സുള്ള ആ ഒരു അദ്ദേഹമാണെങ്കിൽ അവിടെ വാടകയ്ക്ക് അത്രേ താമസിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കൂ. എന്നിട്ട് ഈ കുട്ടി പറയുന്നു ഒരുപക്ഷെ ഇനി അമേരിക്കൻ കൾച്ചർ അങ്ങനെ ആയിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ കൊണ്ടുപോയ മനുഷ്യൻ തന്നെ അവിടെ വാടക കൊടുത്താണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വലിയ സങ്കടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇതിലൊന്നും അല്ല വിഷമം. നിങ്ങളാരും ഇത് കേട്ടിട്ട് ആ ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തരുതേ. അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടിയും കരുതലോടും കൂടിയാണ് വിളിച്ചത്. പക്ഷേ എന്ത് ചെയ്യാം, വീട്ടിലുള്ളവരിങ്ങനെ പ്രതികരിച്ചു എന്നാണ് ഈ കുട്ടി തന്നെ പറയുന്നത്. സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും ആളെന്നെ ഇന്ന് 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എന്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയാ, ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെ ലൈൻ നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ US വരുന്നു. എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ US വരുന്നേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവപ്പുള്ളിയായിരുന്നു. പക്ഷെ മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ലല്ലോ. എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ഇവിടെ റോഡിലേക്ക് ഇവിടെയാണെങ്കിൽ ഇപ്പോ മഴയും നല്ല തണുപ്പൊക്കെയാണ്. ഇപ്പൊ ഒരു 6 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത്. എനിക്ക് കാണുന്നുണ്ടാവും ഫുൾ ഫോഗായിട്ട് ഇരിക്കുന്നു. അപ്പൊ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല. കാരണം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേന്നുള്ളത്. ഞാൻ അത്ര ഇമോഷണൽ ആയിട്ടാണ്. എനിക്കറിയില്ല, എനിക്ക് ഇതുവരെ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഭയങ്കര എന്താ പറയാ, ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ട് തോന്നാം. കാരണം ഞാൻ എന്തോരം ഫാമിലിന്റെ ആളുകളുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ എന്റെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയാണ് കണ്ടോണ്ടിരുന്നത്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം
അവിടുത്തെ അതായത് ആള് തന്നെ ആ വീട്ടിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈ പുള്ളിക്കാരൻ ഞാൻ വരുന്ന കാര്യം തന്നെ മക്കളോടും കൊച്ചുമക്കളോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവര് പറഞ്ഞത്. എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഞാനിപ്പോ തണുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ നോക്കട്ടെ. ഞാൻ എങ്ങോട്ടാ പോവാ നോക്കട്ടെ. അവസ്ഥ ആലോചിക്കുക. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന പുള്ളിക്കാരൻ പോലും ഇവർ അവിടെ വരുന്നെന്നുള്ള കാര്യം അവരോട് ആരുടെടുത്തും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ ഏറ്റവും വലിയൊരു വീഴ്ച തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതുപോലെ ഒരു പെൺകുട്ടി വരുമ്പോൾ അത് അദ്ദേഹം തന്നെ അവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം അയാൾക്കറിയാലോ. ഈ കുട്ടിക്ക് അറിയില്ലെങ്കിലും അയാൾക്കറിയാം. അപ്പോൾ അയാൾക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റ് എത്രത്തോളമാണെന്നുള്ള കാര്യമൊക്കെ അയാൾക്കറിയാം. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരടുത്ത് ചോദിക്കണമായിരുന്നു. ഇതുപോലെ ഒരു കുട്ടി വരുന്നു, ഇവിടെ ഒരു 2-3 ദിവസം നിർത്തട്ടെ എന്ന് അദ്ദേഹം അനുവാദം മേടിക്കണമായിരുന്നു. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കിന് വിലയില്ലാത്ത ഒരു സ്ഥലത്തിലേക്ക് മറ്റൊരു പെൺകുട്ടിയെ വിളിച്ചിട്ട് അർദ്ധരാത്രി ഇറക്കി വിടുന്നു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ഈ കുട്ടിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും സ്വന്തം രാജ്യത്ത് പോലും ഒരു തരത്തിലുള്ള സുരക്ഷിതത്വവും ഇല്ലാത്ത ഈ ഒരു ലോകത്ത് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ രാവും പകലെന്നില്ലാതെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. പേഴ്സണലി എനിക്ക് യോജിക്കാനേ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒരാൾ കൂടി വേണം. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടെങ്കിലും കൂടെ വേണം. ഇത് ആരും ഇല്ലാതെയുള്ള ഈ ഒറ്റയ്ക്കുള്ള ഈ ഒരു സഞ്ചാരം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാലോ, സ്വന്തം വീടിനുള്ളിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരാവുന്നില്ല. അപ്പോൾ പിന്നെ ഈ ഒറ്റയ്ക്കുള്ള യാത്രയിൽ ഇതുപോലെയൊക്കെ പാതിരാത്രി എന്ത് സംഭവിക്കാം. ഇപ്പം തന്നെ ഈ കുട്ടി രാത്രിയിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഈ രാത്രി 12:30 മണി സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. അതും കോട മഞ്ഞ്. അപ്പോൾ എന്ത് വേണേലും സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ട് ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പൈസ എപ്പോഴും വേണേലും വരും. ഈ സാഹസികതയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചധികമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അവസ്ഥ ആലോചിക്കുക. പാതിരാത്രി 12 മണിക്ക് ഞാൻ അമേരിക്കയിൽ ഇങ്ങനെ തെറ്റി നടക്കുക. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് വീടില്ലാണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ന്യൂയോർക്ക് സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞാന്. ഈ രാത്രി പെട്ടെന്ന് ഞാനിവിടെ ഹോട്ടലിൽ ഇതൊക്കെ ഞാൻ നോക്കി. പക്ഷെ ഈ അടുത്തൊന്നും ഇല്ല. വേറെ ഏതെങ്കിലും ഏരിയയിലേക്ക് പോകണം. കാരണം ഇത് കുറച്ച് ഔട്ടർ വില്ലേജ് പോലത്തെ സൈഡാണ്. ന്യൂയോർക്ക് സിറ്റിയിലൊക്കെയാണ് ഹോട്ടലൊക്കെ ഉള്ളത്. അവിടേക്കൊക്കെ എത്താൻ ഇവിടുന്ന് ട്രെയിനിലെല്ലാം 1.5 മണിക്കൂർ അത്രയെല്ലാം എടുക്കും. എക്സ്പ്രസ് ട്രെയിനിൽ തന്നെ ഒരു 1/2 മണിക്കൂറൊക്കെ എടുക്കും. മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടാവും. മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും നോക്കിയോട്ടെ എങ്ങനെ അങ്ങോട്ട് എത്താൻ പറ്റുക. റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ ഇവിടുന്ന് കുറച്ചു ദൂരം പോകാനുണ്ട്. നോക്കിയോട്ടെ എന്താ ചെയ്യാൻ പറ്റുകയെന്നുള്ളത്. ഞാൻ അവിടെ നിന്നിട്ട് കരയായിരുന്നു. എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ ഭയങ്കര ഇമോഷണലായി. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ പറയാ, ആ പുള്ളിക്കാരൻ അത്രയും പാവമായിരുന്നു. ആള് കിടക്കുന്നതിന്റെ ഗോഡൗൺ പോലത്തെ ഒരു വീടിന്റെ ഉള്ളിലായിരുന്നു. അത് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. ഇറങ്ങാൻ നേരത്ത് പുള്ളിയോട് പോയി ഞാൻ ഇറങ്ങുവാണെന്ന് പറയാൻ വേണ്ടി പോയപ്പോഴാണ് പുള്ളി അറിഞ്ഞിട്ടില്ല. എന്നെ ഇറക്കി വിടാൻ പോവാണെന്ന് പുള്ളി അറിഞ്ഞിട്ടില്ല. പുള്ളി എന്നെ എവിടെ പോയി രാത്രി അവിടെ പോകുന്നത് ചോദിക്കുന്നത്. ആ പിള്ളേരാണ് എന്നെ ഇറക്കി വിട്ടത്. മനസ്സിലായോ? പുള്ളിക്കാരനല്ല, ആളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ കുറെ റൂംസ് ഉണ്ട്. അപ്പൊ എനിക്കറിയില്ല ആളെ ഏത് റൂമിലാണ് താമസിക്കുന്നത്. നമ്മൾ ഒരാളുടെ പ്രൈവസിയിൽ കിടന്ന് കയറൂലല്ലോ. ആരുടെ വീട്ടില് അവരെവിടെ കിടക്കുന്നതെന്ന് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കൂലല്ലോ. അപ്പൊ അവര് റൂമിലേക്കൊന്നും ചെല്ലാത്തോണ്ട് എനിക്കറിയില്ല. അവര് ഗോഡൗൺ പോലെ ഇവിടെ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ വീടിന്റെ താഴെ ഒരു ബേസ്മെന്റ് ഉണ്ടോ, ആ ബേസ്മെന്റിലൊക്കെ അവര് താമസിക്കുന്നത്. അതൊക്കെ ഞാൻ ഇപ്പൊ ഇറങ്ങാൻ നേരത്താണ് ഞാൻ അറിഞ്ഞത്. ഇതൊരു പുള്ളിക്കാരൻ ഞാൻ കരയുന്ന വേണ്ടിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്താണ് അതൊക്കെ ചോദിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ റൂം എടുത്ത് തരാം അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്. അതൊരു മെക്സിക്കോക്കാരനാണ് കേട്ടോ. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. എന്റെ അടുത്ത് പറഞ്ഞു ഈ രാത്രി ഒറ്റയ്ക്ക് ഇവിടെ സേഫ് അല്ല, ഇത് അമേരിക്കയാണ്, രാത്രി നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ് മെക്സിക്കോയിലുള്ള ആള് വന്നിട്ടാണ് എന്റെ അടുത്ത് പറയുന്നത്. ഈ രാത്രി ഞാൻ എവിടെ പോവും എങ്ങനെ പോവും അറിയില്ല. കാരണം ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂയോർക്ക് സിറ്റി പോലെ ട്രെയിനും കാര്യങ്ങളും അവൈലബിൾ ആണ്. ട്രെയിൻ അവൈലബിൾ ആണ്. പക്ഷെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് തന്നെ കുറെ ദൂരം പോകാനുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സ്റ്റേ ചെയ്യാനുള്ള പ്ലേസ് നോക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിത് അപ്പൊ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്ത ആളെല്ലാം ഇവിടുന്ന് പോയി. സോ ഇതാണ് ഈ കാണുന്ന ഞാൻ റൂം
ഇവിടെ എല്ലാ റൂംസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ $110 ഈ റൂമിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. അതായത് 8,000 സംതിങ്, 8,000 അല്ല 9,000 സംതിങ് വരും ഇന്ത്യൻ റുപ്പി. അത്രയും റേറ്റ് ഉണ്ട് ഇവിടെ. ഹോസ്റ്റലിൽ തന്നെ 5,000. എന്തായാലും സേഫ് ആയല്ലോ. ഒരു ദിവസത്തേക്കാണ് ഈ 9,000-10,000 രൂപയൊക്കെ ഇവർ വാടക കൊടുക്കേണ്ടി വരുന്നത്. എന്നാലും കുഴപ്പമില്ല, മാനവും കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കാര്യത്തിൽ മെക്സിക്കോക്കാരൻ്റെ വാഹനത്തിൽ കയറിയാണ് ഈ പുള്ളിക്കാരത്തി ഈ ഒരു ഹോട്ടലിന് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ആ മെക്സിക്കോക്കാരന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ നേരെ മറിച്ച് ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, നേരെ മറിച്ച് ഈ അർദ്ധരാത്രി മെക്സിക്കോക്കാരൻ്റെ വാഹനത്തിൽ കയറിയതുപോലെ ഒരു കേരളത്തിലൊരുത്തൻ്റെ വാഹനത്തിലാണ് കയറിയിരുന്നെങ്കിൽ എൻ്റെ പൊന്നോ, അതിൻ്റെ പല്ലും മുടി നഖവും പോലും തിരിച്ചു കിട്ടത്തില്ലായിരുന്നു. സത്യത്തിൽ കേരള പോലീസ് നേരം വെളുത്ത് ആ ഒരു കേസ് അന്വേഷിച്ച് നടക്കേണ്ടി വന്നാണ്. ശരിക്കും ആ ഒരു കാര്യത്തിൽ സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നുവെങ്കിലും മലയാളിക്ക് ഇല്ലാത്ത ആ ഒരു ക്യാരക്ടർ ആ ഒരു മെക്സിക്കോക്കാരനുണ്ട്. അതിൽ നമിച്ചിരിക്കുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കൂ. അതുപോലെ ഈ ഒരു പെൺകുട്ടിയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കളെ, മാനം പോയിട്ട് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും എന്ത് ആയി എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇതുപോലെയൊക്കെയുള്ള വലിയ സാഹസികതകളൊക്കെ എടുത്ത് ചാടുമ്പോൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക. ഒറ്റയ്ക്കൊക്കെ ഈ പാതിരാത്രി എന്നില്ലാതെ നമുക്കൊരു പരിചയമില്ലാത്ത ഒരു പിടിയും ഇല്ലാത്തടത്തൊക്കെ പോയി ഇങ്ങനെ കറങ്ങുമ്പോൾ ഒരുപാട് സൂക്ഷിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും നേരിടാമെന്നുള്ള ധൈര്യം ഉണ്ടാവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.